റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതിന്റെ സന്തോഷത്തിലാണ് മധ്യ കേരളത്തിലെ കർഷകർ. പ്രതിസന്ധിയിലായ മേഖലയ്ക്ക് വലിയ ആശ്വാസമായി ഇത് മാറുമെന്ന് കർഷകർ പറയുന്നു. അതേസമയം വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് ഉൾപ്പെടെ നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. 300 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ കൃഷി ലാഭത്തിലാകൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഓരോ ബജറ്റും വലിയ പ്രതീക്ഷയാണ്. ഇത്തവണയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റ് എത്തിയോ? കർഷകരാണ് എനിക്കൊപ്പം ഉള്ളത്. എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ്. UDF മുന്നണി തന്നെ അധികാരത്തിൽ വന്നാൽ റബ്ബർ വില ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേതായാലും ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 250 രൂപയായി വർദ്ധിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ന്യായമായ ഒരു കാര്യമായിരുന്നു എന്ന് മാത്രമല്ല, സർക്കാർ ന്യായമായി പെരുമാറുകയും ചെയ്തു. അതാണ് ആദ്യം പറയാനുള്ളത്. പക്ഷേ രണ്ടാമത് എനിക്ക് പറയാനുള്ള അതിൻ്റെ ഗുണഫലം സർക്കാർ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മുഴുവൻ ആളുകൾക്ക് കിട്ടുന്നില്ല. 25% തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുന്നു എന്ന് റബ്ബർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റബ്ബർ മാസികയിലൂടെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കുന്നതിന് വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് യാതൊരു ഇല്ലതാണ്. 25% തോട്ടം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ടൺ റബ്ബറിൻ്റെ ഉൽപ്പാദന കുറവെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആകെ നമ്മുടെ രാജ്യത്ത് 6 ലക്ഷം ടണ്ണ് ചില്ലുവാനുമാണ് കുറവുള്ളത് ഉൽപ്പാദന ഉപയോഗം. അതിൽ 3/4, 4/3 ഇടയ്ക്കുള്ള അളവ് ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അത് വെട്ടിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഈ മേഖലയിൽ ഈ 10-15 കൊല്ലമായിട്ട് വിലയിടിവുകൾ വന്നതുകൊണ്ട് ഗവൺമെൻറ്റും കമ്പനിയൊക്കെ ഏറെക്കുറെ ഒന്ന് യോജിച്ചാണ് ഈ വിലയിടിച്ചുണ്ടായത്. അതിൻ്റെ ഫലം എന്താണ്? കൃഷിക്കാർ അസംഘടിതരായതുകൊണ്ട് അവരുടെ മക്കളെയൊക്കെ മറ്റ് മേഖലയിലേക്ക് തിരിച്ചു, കൃഷിക്കാരും വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇതൊന്നുമല്ല, 25% തോട്ടമാണെന്ന് വിചാരിച്ചോണം. അത് വലിയൊരു നഷ്ടമാണ്. ഇത് വെട്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ശ്രീ സുരേഷ് ഗോപി വഴി പീയൂഷ് ഗോയലുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. കമ്പനിക്കാരുടെ CSR ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ട തുക നൽകാമെന്ന് കമ്പനിക്കാർ സമ്മതിച്ചു. അതനുസരിച്ച് ഒരു പത്രസമ്മേളനം നടത്തി, പത്രവാർത്തയുണ്ടായിരുന്നു. റബ്ബർ ബോർഡിൻ്റെ പ്രതിനിധികളുമായി അവർ വിളിച്ച് ചർച്ച ചെയ്തു, ഈ കാര്യം ഉന്നയിച്ചു. പക്ഷേ നടപടിയെടുക്കേണ്ടത് റബ്ബർ ബോർഡാണ്. കാരണം വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതപത്രം, പിന്നെ അത് വെട്ടിക്കാനായിട്ട് തൊഴിലാളികളെ കൊണ്ടുവരണം, ഇവിടെ അതിന് കേന്ദ്രീകരിക്കണം, പിന്നെ ആ പാലെടുത്ത് 4 ഷീറ്റ് ആക്കണം. ഇങ്ങനെയുള്ള കുറേ നടപടികളുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ആയിരക്കണക്കിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുണ്ട്, നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നു. അവർ വഴി ഇത് വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയും. പക്ഷേ റബ്ബർ ബോർഡ് അതിന് നേതൃത്വം കൊടുക്കണം. ഞങ്ങൾ റബ്ബർ ബോർഡുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ട് 1.5 മണിക്കൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഇത് ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരൻ ശ്രീ ഹരി റബ്ബർ ബോർഡ് ചെയർമാനായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇത് ഏറെക്കുറെ അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഗവൺമെൻറ് മുൻകൈ എടുത്ത് പുറത്തുനിന്ന് ആളുകളെ തൊഴിലാളികളെ കൊണ്ടുവന്ന് മാന്യമായ വേതനവും കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങളുടെ വെട്ടിക്കാണെങ്കിൽ കൃഷിക്കാർക്ക് ലാഭമെന്ന് ഗവൺമെൻറ് ലാഭം. കാരണം വലിയ ലാഭമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും മുന്തിയ പരിഗണന ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാന്നുള്ളതാണ്, റീപ്ലാന്റ് ചെയ്യുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് കേര വികസന പദ്ധതി അനുസരിച്ച് 2535 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അവർ ആ ഫണ്ട് ഒരു വിഭാഗം ഉപയോഗിച്ച് റബ്ബർ റീപ്ലാന്റ് ചെയ്യുക, മറ്റൊരു ഒരു വിഭാഗം ഉപയോഗിച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 13 തോട്ടങ്ങളിൽ അവർ ഈ കാർബൺ ക്രെഡിറ്റ് പഠനം നടത്തുന്നു. കാർബൺ ക്രെഡിറ്റ് പഠനം നടത്തി ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ പ്രൈവറ്റ് തോട്ടങ്ങളിലും ഇതുപോലുള്ള തോട്ടങ്ങളല്ലാത്ത സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള പല പ്ലാവ്, ആഞ്ഞിലി, റബ്ബർ ഇങ്ങനെയുള്ള നിരവധിയുണ്ട്. നമ്മുടെ കേരളം നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് പ്രൈവറ്റ് തോട്ടങ്ങളിലും ഇതേ രീതിയിൽ കാർബൺ സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിവേദനം കൊടുത്തു മന്ത്രിക്ക്. അതിൽ ഡയറക്ടറുടെ മറുപടി, നിങ്ങളുടെ തോട്ടങ്ങളൊക്കെ തുണ്ടുവൽക്കരിച്ചിരിക്കുക, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് കേന്ദ്രമന്ത്രിയാണോ? അല്ലല്ല, നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ കേര പദ്ധതി 2535 കോടി രൂപ കഴിഞ്ഞ സർക്കാരിലെ മന്ത്രി. അതെ, കഴിഞ്ഞ സർക്കാർ. ആ മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തപ്പം മന്ത്രിയുടെ ഡയറക്ടറെ ഞങ്ങൾക്ക് കിട്ടിയ എൻ്റെ കത്തിരിപ്പുണ്ട്. നിങ്ങളുടെ തോട്ടങ്ങളെല്ലാം തുണ്ടുവൽക്കരിച്ചിരിക്കുക,
സ്വകാര്യ തോട്ടങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.